സത്യാഗ്രഹം. ദക്ഷിണ ആഫ്രിക്കക്കാർ ഇന്ത്യക്കാരോട് ഹീനമായി പെരുമാറിയിരുന്നു. അവരെ കൂലീസ് എന്നാണ് വിളിച്ചിരുന്നത്. വൈകാതെ തന്നെ ഗാന്ധിജിക്കും ഈ അനുഭവം പങ്കിടേണ്ടതായി വന്നു. അദ്ദേഹം ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ പ്രിറ്റോറിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു യൂറോപ്യൻ യാത്രക്കാരൻ ഗാന്ധിജിയെ കണ്ടു. നിങ്ങൾ എങ്ങനെ ഇതിൽ കയറിയത്? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകൂ. ഈ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എന്റെ കൈവശമുണ്ട്. എന്നാൽ ഈ കമ്പാർട്ട്മെന്റ് വെള്ളക്കാർക്ക് മാത്രമുള്ളതാണ്. ഉടനെ ഇറങ്ങിപ്പോകൂ. ഇല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരും. എനിക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ അവകാശമുണ്ട്. ദേ ഈ ടിക്കറ്റ് അതിന് തെളിവാണ്. അയാൾ സ്റ്റേഷൻ മാസ്റ്ററിനെ വിവരമറിയിച്ചു. ഈ കൂലിയെ ഇവിടുന്ന് കൊണ്ടുപോയി ലോയർ ക്ലാസ്സിലിരുത്ത്. അത് നിങ്ങളെ കൊണ്ട് പറ്റില്ല. എന്റെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ട്. ഗാന്ധിജി പറഞ്ഞത് ആരും കാര്യമാക്കിയില്ല. അദ്ദേഹത്തെ സഹായിക്കാൻ ആരും എത്തിയില്ല. മിസ്റ്റർ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു ബലപ്രയോഗം നടത്തേണ്ടി വരും. പോലീസുകാർ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ബാഗും ലഗേജും കൂടി പുറത്തേക്കെറിഞ്ഞു. പിന്നീട് ട്രെയിൻ പുറപ്പെട്ടു. ഗാന്ധിജി എങ്ങനെയോ ആ തണുപ്പുള്ള രാത്രി ഒരു വിധത്തിൽ കഴിച്ചുകൂട്ടി. ഈ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഇത് മനുഷ്യ സമൂഹത്തോടുള്ള അനീതിയാണ്. ഇതിനെതിരെ ഞാൻ പോരാടും. ഗാന്ധി സത്യമെന്ന ആയുധമേന്തി ഇത്തരം അനീതികൾക്കെതിരെ പൊരുതാൻ തീരുമാനിച്ചു. പിന്നീട് അദ്ദേഹം ഇതിന് സത്യാഗ്രഹം എന്ന് പേരിട്ടു.